everyone. Welcome to Saira Learnings. ഇപ്പോൾ ഇന്ന് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ടോപ്പിക് എന്ന് പറയുമ്പോൾ അത് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഏകദേശം എല്ലാ ഭാഗത്തും കടന്നു വരുന്ന കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, നിങ്ങൾ അതിന്റെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇമ്പോർട്ടന്റ് ടേംസ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കുറച്ച് ടേംസ് ആണ് പരിചയപ്പെടുന്നത്. ഒരുപാട് ടേംസുകൾ ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിലുണ്ട്. നെറ്റ് എക്സാമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കാറുള്ള ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു ടേംസുകൾ അല്ലെങ്കിൽ ടെർമിനോളജികൾ. പല പേരുകളിൽ, പ്രത്യേകിച്ച് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി ആയതുകൊണ്ട് നമുക്ക് സംസ്കൃത ഭാഷയോ അതല്ലെങ്കിൽ പ്രാകൃത ഭാഷയോ നമുക്ക് പരിചയമില്ലാത്തത് കൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും പലർക്കും അനുഭവപ്പെടാറുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടേം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ തന്നെ, അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏറെക്കുറെ പല ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നെറ്റ് എക്സാമിന് ഹിസ്റ്ററിയിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ അതിൻ്റെ ഒരു പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ കാണുകയും അത് പരമാവധി ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പരമാവധി മനഃപ്പാഠം ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അത് ബൈഹാർട്ട് ചെയ്യാന്നുള്ളതാണ്, അത് ഓർമ്മ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് പല ടെക്നിക്കും അതിന് യൂസ് ചെയ്യാം, പക്ഷെ അത് എത്ര ഓർത്തിരിക്കുന്നോ അത്രയും അത് ബെനിഫിഷ്യലാണ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, നമുക്ക് ഏതായാലും കുറച്ച് ടേമുകൾ പരിചയപ്പെടാം. അപ്പൊ ഇതിൽ ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് ടേംസ് ഓഫ് വേദിക് പീരീഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേമുകളാണ്. ഓക്കെ, വേദിക് പീരീഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേമുകളാണ് ഞാൻ തുടക്കത്തിൽ പരിചയപ്പെടുത്തുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മീൻസ് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള രണ്ട് ടേമാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിലൊന്നാണ് ഓദന. ഓക്കെ, അല്ലെങ്കിൽ ഓദന, എങ്ങനെ വേണമെങ്കിലും നമുക്കത് പ്രൊണൗൺസ് ചെയ്യാം. ഓദന, മെയ്ഡ് ബൈ മിക്സിംഗ് ഗ്രെയിൻ വേരിയസ്ലി വിത്ത് മിൽക്ക്, വാട്ടർ, കേർഡ്സ് ഓർ ഗീ, മീറ്റ് വർ സംടൈം ആഡഡ്. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒരു തരം കഞ്ഞി എന്ന് പറയാം, വേണമെങ്കിൽ ഒരു തരം പാൽക്കഞ്ഞി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് യോജന എന്ന് പറയുന്നത്. ഇതിൽ മിൽക്ക് ഉണ്ടാവും, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത പറയാൻ പോകുന്ന കരമ്പ എന്ന് പറയുന്ന അതുമായിട്ടുള്ള ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഇതിൽ മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മെയ്ഡ് ബൈ മിക്സിംഗ് ഗ്രെയിൻ വേരിയസ്ലി വിത്ത് മിൽക്ക്. ഓക്കെ, ചില സമയത്ത് ഇതിൽ മീറ്റ് ഉപയോഗിച്ചും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പാചകം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓദന എന്നുള്ള ആ ഒരു ടേം നല്ലോണം ഓർത്തിരിക്കുക. ഈ കരമ്പ എന്ന് പറയുന്നത് എ പോറിച്ച് മെയ്ഡ് ഓഫ് ഗ്രെയിൻ, ബാർലി ഓർ സീസം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന കഞ്ഞിയാണ് ഈ പറയുന്ന കരമ്പ എന്ന് പറയുന്നത്. ഓക്കെ, ഓദനയും ഏകദേശം അത് തന്നെയാണ്, അതിന് പാൽ യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ജസ്റ്റ് ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാട്ടോ, നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓദനയും അതേപോലെ കരമ്പയും. ഇനി അടുത്തൊരു ടേം, വേദിക് പീരീഡുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ടേം. ചെറിയ ടേമുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് പെട്ടെന്ന് അത് ഓർത്തിരിക്കാനും അതേപോലെ നമുക്ക് എല്ലാവർക്കും ഏകദേശം ഓർമ്മ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ടേമുകളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, അടുത്തൊരു ടേം മൃദര വച്ച എന്നാണ്. മൃദര വച്ച എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വൺ ഹു ഡസ് നോട്ട് പെർഫോം സാക്രിഫൈസസ്. ഈ ഒരു വേദിക് ടൈമിൽ സാക്രിഫൈസ് പെർഫോം ചെയ്യാത്ത ആൾക്കാരെ വിശേഷിപ്പിച്ചിരുന്ന ടേമാണ് മൃദര വച്ച എന്ന് പറയുന്നത്. ഓക്കെ, മൃദര വച്ച. അപ്പോ ഓദന, കരമ്പ, മൃദര വച്ച. ഇനി ബാലി എന്ന് പറയുന്നത് നല്ലോണം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ക്ലെയിംഡ് ബൈ രാജ ഇൻ ഋഗ്വേദ പീരീഡ്, ദിസ് ലേറ്റർ ഓൺ ബിക്കേം എ ടാക്സ്. ഓക്കെ, രാജാക്കന്മാർ അവരുടെ വിഹിതമായിട്ട് ക്ലെയിം ചെയ്തിരുന്നതാണ് ഏത്, ഈ ഒരു ബാലി എന്ന് പറയുന്നത്. പിന്നീട് ടാക്സ് അറിയപ്പെട്ടതും ആ ഒരു പേരിലാണ്, ബാലി എന്നുള്ള പേരിൽ തന്നെയാണ് ടാക്സ് അറിയപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഓദന, കരമ്പ, മൃദര വച്ച, ബാലി, ഈ 4 ടേം ഓർത്തിരിക്കുക. അടുത്തത് കുലപതി. ഓക്കെ, ആ വാക്ക് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, കാരണം മലയാള വാക്കുമായിട്ട് ഭാഷയുമായിട്ട് അതിന് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ കുലപതി എന്ന് പറയുമ്പോൾ ഏകദേശം എന്തിൻ്റെ ഒരു ഹെഡാണ് എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം മനസ്സിലായി. ഓക്കെ, അപ്പൊ അത് ഹെഡ് ഓഫ് എ ഫാമിലി, ഒരു ഫാമിലി ഹെഡിനെയാണ് കുലപതി എന്ന് വേദിക് ടൈമിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, റിത എന്ന് പറഞ്ഞാൽ അതും ഏകദേശം സംസ്കൃത ടേം ആയതുകൊണ്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു റിതമാണ്. ഓക്കെ, ആ ഒരു ഓർഡർ ആണ്. ഇൻ ദി വേദിക് റിലീജിയൻ റിത ഇസ് ദ ലോ ഓഫ് നാച്ചുറൽ ഓർഡർ.
ഓക്കെ, വിച്ച് റെഗുലേറ്റ്സ് ദ ഓപ്പറേഷൻ ഓഫ് ദി യൂണിവേഴ്സ് ആൻഡ് എവരിതിങ് വിത്തിൻ ഇറ്റ്. ആ ഒരു റിതം അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ഓഫ് ദി നാച്ചുറൽ ഓർഡർ ആണ് ഇത് റിത എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കേണ്ട ടേമുകള് ഓദന, കരമ്പ, മൃദുല വച്ച, ബാലി, കുലപതി, റിത. ഓക്കെ, മറന്നു പോകരുത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തത് ബുദ്ധിസവും ജൈനിസവുമായി ബന്ധപ്പെട്ട കുറച്ച് ടേമുകളാണ്. ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേമുകളാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അതിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് ചാന്തവാസിനിയാണ്. ചാന്തവാസിനി എന്ന് പറയുന്നത് ഒരു തരം മാരേജ് ആണ്. ഓക്കെ, മാരേജ് ആണ്. നമുക്ക് അറിയാം, ആ ബ്രഹ്മസൂത്ര പരിചയപ്പെടുത്തുന്ന 8 തരം മാരേജ് ഉണ്ട്. അതിന് പുറമെ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ ഏകദേശം 10ഓളം മാരേജ് അല്ലെങ്കിൽ യൂണിയനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, അതിൽപ്പെട്ട ഒന്നാണ് ഈ ചാണ്ടവസിനി എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഒന്നാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെൻ ഷീ സ്റ്റേസ് ഓഫ് ഹെർ ഓൺ അക്കോർഡ് വിത്ത് എ മാൻ. സ്ത്രീ സ്വന്തം തീരുമാനപ്രകാരം ഒരു പുരുഷന്റെ കൂടെ പോകുന്നു. അതാണ് ഈ പറയുന്ന ചാന്തവാസിനി. ഓക്കെ, അതിന് ബാക്കി 9 പറയുന്നുണ്ട്. 9 തരത്തിലുള്ള ആ ഒരു യൂണിയനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മാരേജിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആ 9 പുരുഷൻ ഏതെങ്കിലും തരത്തില് സമ്പത്ത് കൊടുത്തിട്ടാണ് സ്ത്രീയെ കല്യാണം കഴിക്കുന്നത്. പക്ഷെ ഈ ഒരു ഒറ്റൊന്നിൽ മാത്രമാണ് ആ ഒരു സമ്പത്തിന്റെ കൈമാറ്റം നടക്കാത്തത്. കാരണം ഇത് സ്ത്രീ സ്വന്തം തന്നെ തീരുമാനം എടുത്തിട്ട് ഒരാളുടെ കൂടെ പോകുന്നതാണ്. ഓക്കെ, അതാണ് ചാണ്ടവസിനി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടേം മുഹത്തിക. ഇതും നേരത്തെ പറഞ്ഞ ആ ഒരു യൂണിയനുമായിട്ട് അല്ലെങ്കിൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബുദ്ധിസ്റ്റ് ടെക്സ്റ്റിൽ പരാമർശിക്കുന്ന മുഹത്തിക എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ട് ഒരാളെ കൂടെ വിവാഹം ചെയ്യാം കുറച്ചു കാലത്തേക്ക്. ഓക്കെ, വെൻ ഷീ ഈസ് ടെമ്പററി വിത്ത് എ മാൻ. അതാണ് ഈ പറയുന്ന മുഹത്തിക എന്ന് പറയുന്നത്. ഓക്കെ, ചാന്തവാസിനിയും അതേപോലെ മുഹത്തികയും ഇത് രണ്ടും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. ഇനി അനേകന്തവധ എന്നുണ്ട്. അനേകന്തവധ എന്ന് പറയുന്നത് ജൈൻ ഫിലോസഫിയുമായി അല്ലെങ്കിൽ ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അനേകം എന്ന് ഓർത്തിരിക്കുക. മലയാളത്തിൽ ഒരുപാട് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ഇത്രയേ ഉള്ളൂ. ദ അൾട്ടിമേറ്റ് ട്രൂത്ത് ആൻഡ് റിയാലിറ്റി ആർ കോംപ്ലക്സ് ആൻഡ് ഹാവ് മൾട്ടിപ്പിൾ ആസ്പെക്ട്. ഓക്കെ, ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത്, ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ശരി. ഓക്കെ, അങ്ങനെ പറയാന്നുള്ളത് എന്തല്ല, അത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് ഇത് പറയുന്നത്. ഒരുപാട് മൾട്ടിപ്പിൾ ആസ്പെക്ട് ഉണ്ടാവും. ഓക്കെ, ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു സ്യാദവത. ഓക്കെ, അപ്പോൾ എത്ര മനസ്സിലാക്കി. ഓക്കെ, നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളെ ഇന്നത്തെ ഒരു എന്ത് നമ്മളെ പോസ്റ്റ് ട്രൂത്ത് എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ആ രീതിയിലുള്ള അതിന്റെ മറ്റൊരു ആസ്പെക്റ്റ് ആണ്. ഓക്കെ, ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അനേകത അത് ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, മൾട്ടിപ്പിൾ ആസ്പെക്ട് ഉണ്ടാവും. ആ ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത് എന്നുള്ളത് എന്തല്ല, അത് അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഹാവ് മൾട്ടിപ്പിൾ ആസ്പെക്ട്. ഓക്കെ, ഇനി ബോധിസത്ത ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ബോധിസത്ത ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ എത്രയേ ഉള്ളൂ. ഷീസ് സുപ്രീംലി വൈസ് കമ്പാഷനേറ്റ് ബീങ് ഹു റിഫൈൻ ഫ്രം നിർവാണ ടു ഹെൽപ്പ് അതർ ബുദ്ധിസ്റ്റ് അറ്റൈൻ നിർവാണ. ഓക്കെ, മറ്റുള്ള ആൾക്കാരെ നിർവാണ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ ഒരു പദവി, അതിനെയാണ് ഈ ഒരു ബോധിസത്ത എന്ന് പറയുന്നത്. ഓക്കെ, ഷീ സുപ്രീംലി വൈസ് കമ്പാഷനേറ്റ് ബീങ് ഹു റിഫൈൻ ഫ്രം നിർവാണ ടു ഹെൽപ്പ് അതർ ബുദ്ധിസ്റ്റ് അറ്റൈൻ നിർവാണ. വളരെ സിമ്പിൾ ആണ്, അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. അതൊക്കെ എക്സാമിൽ കടന്നു വന്നിട്ടുള്ളതാണ്. ഒരുപാട് തവണ പല സ്ഥലത്തുമായിട്ട് ചോദിക്കപ്പെട്ടിട്ടുള്ളൊരു സാധനം കൂടിയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ടേം അഗെയിൻ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അടുത്ത ടേം ഉപാസിക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഫോളോവേഴ്സ് ഓഫ് ബുദ്ധിസം ഹു ആർ നോട്ട് മോക്സ് ഓഫ് ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അവര് എന്തല്ല, മോങ്കും അല്ല അല്ലെങ്കിൽ നൺസും അല്ല. ഓക്കെ, അങ്ങനെയുള്ള ഫോളോവേഴ്സിനെയാണ് ഉപാസിക എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഉപാസിക. അടുത്തത് വേവന്യന്തിയാണ്. വേവന്യന്തി when a person joins a sangha he becomes without വർണ്ണ. അതിനെയാണ് ഈ ഒരു വേവന്യന്തി എന്ന് പറയുക. ഓക്കെ, വർണ്ണ ഇല്ലാത്ത ആളായിട്ട് മാറും അദ്ദേഹം. പിന്നെ ബ്രാഹ്മണ അല്ലെങ്കിൽ ക്ഷത്രിയ ആ രീതിയിലല്ല പരിഗണിക്കപ്പെടുക, എല്ലാവരും തുല്യരാണ്. ആ ഒരു കോൺസെപ്റ്റാണ്
ഈ ഒരു വേവന്യന്തി എന്ന് പറയുന്നത്. വെൻ എ പേഴ്സൺ ജോയിൻസ് ദ സംഘ ഹി ബിക്കേംസ് വിത്തൗട്ട് വർണ്ണ. ഓക്കെ, ഇനി കുറച്ച് ടേമുകൾ ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി ഇത് ആ ഒരു ടൈം പീരീഡിലുള്ള തന്നെയാണ്. ബുദ്ധിസ്റ്റ് ജൈനിസ് ആ ഒരു ടൈം പീരീഡിലുള്ളതാണ്. മഹാജനപദാസിന്റെ സമയത്തൊക്കെ ഉള്ള കുറച്ച് ടേമുകളാണ്. ഓക്കെ, ഒന്ന് സല്ലകഥയാണ്. സല്ലകഥ എന്ന് പറഞ്ഞാൽ സർജനെയാണ് സല്ലകഥ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സല്ലകഥ. മറ്റൊന്ന് കമ്മാര എന്ന് പറയുന്നത് മെറ്റൽ സ്മിത്ത് ആണ്. മെറ്റൽ സ്മിത്തിനെയാണ് കമ്മാര എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മളെ കമ്മാര സംഭവം ഒക്കെ ആയിട്ട് തിരിക്കുക. മെറ്റൽ സ്മിത്ത്. ഇനി രാജഭട്ട് എന്ന് പറഞ്ഞാൽ പോലീസ്മാൻ, രാജാവിന്റെ ആ ഒരു ആൾക്കാർ. ഓക്കെ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. രാജാവിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മൊത്തം സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. പോലീസിനെയാണ് എന്ത് രാജഭട്ടാസ് എന്ന് വിളിക്കുന്നത്. ഇനി മാലാകാര അവിടെ മാല എന്നുള്ള പ്രയോഗമുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി ഗാർലൻഡ് മേക്കറാണ്. ഓക്കെ, ഗാർലൻഡ് മേക്കറാണ് മാലാകാര. നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. കാരണം മലയാള ലാംഗ്വേജും പിന്നെ സംസ്കൃത ടേമും തമ്മിൽ ഒരുപാട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ടേമുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. എല്ലാം അങ്ങനെ ശരിയായിക്കൊള്ളുന്നില്ല, പക്ഷെ നമുക്ക് എന്നാലും അഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റൊന്ന് കുംഭാകര എന്ന് പറഞ്ഞാൽ പോട്ടറാണ്. പോട്ടർ. അപ്പൊ കുംഭാകര, മാലാകര, രാജഭട്ട, കമ്മാര, സല്ലകഥ. ഓർത്തിരിക്കുക: സർജൻ, മെറ്റൽ സ്മിത്ത്, പോലീസ്മാൻ, ഗാർലൻഡ് മേക്കർ ആൻഡ് പോട്ടർ. ഓക്കെ, ഇനി മൗര്യൻ പീരീഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേമും കൂടിയും നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, മൗര്യൻ പീരീഡുമായിട്ട് ബന്ധപ്പെട്ട അതിൽ ആദ്യത്തത് അക്ഷപാലാധികൃത. കീപ്പർ ഓഫ് റോയൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ആളാണ് എന്ത്? അക്ഷപാലാധികൃത. ഓക്കെ, ഇനി സന്നിധത്ത ട്രഷറർ ആണ് ആൻഡ് കീപ്പർ ഓഫ് ദി സ്റ്റോർ. ചുരുക്കി പറഞ്ഞാൽ ഖജാഞ്ചിയാണ് സന്നിധത്ത എന്ന് പറയുന്നത്. ഖജാഞ്ചിയാണ് സന്നിധത്ത. ഓക്കെ, ഇനി സംഹാത്ര എന്ന് പറയുന്നത് കളക്ട് ചെയ്യുന്ന ആളാണ്, അങ്ങനെ സംഹരിക്കുന്ന ആളാണെന്നുള്ള മനസ്സിലായി ആ വാക്ക് തന്നെ. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിസ് ഫംഗ്ഷൻ വാസ് ടു കളക്ട് റവന്യൂ ബോത്ത് ഇൻ ക്യാഷ് ആൻഡ് കൈൻഡ്. റവന്യൂ കളക്ട് ചെയ്യുന്ന ആളാണ് ആര്? സംഹാത്ര. കണക്ട് ചെയ്ത് വെക്കട്ടോ, പരമാവധി മാക്സിമം കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക, എന്നാലും അത് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് കേട്ട് പഠിച്ച് പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്കത് ഒരുപാട് സമയത്തേക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അമാത്യാസ് എന്ന് പറഞ്ഞാൽ സം സോർട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് പേഴ്സണൽ ഓർ സിവിൽ സർവന്റ് ഹു ഫിൽ ദ ഹൈയസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരാണ് ഏത്? അമാത്യാസ് എന്ന് പറയുന്നത്. മൗര്യൻ പീരീഡിലെ അമാത്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്രാമിക സിമ്പിൾ ആണ്, ഹെഡ് ഓഫ് ദി വില്ലേജ്. ഹി വാസ് നോട്ട് എ പെയ്ഡ് സർവന്റ് ആൻഡ് വാസ് ചൂസൺ അമംഗ് വില്ലേജ് ഹെഡേഴ്സ്. ഇനി ഗ്രാമഭോജക. ഓക്കെ, ഗ്രാമിക വാസ് ഹെഡ് ബൈ ഗ്രാമഭോജക. ഓക്കെ, അതിക്ക് ഗ്രാമികന്റെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ആളാണ് ഇത് ഗ്രാമഭോജക. ഇതൊക്കെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഏരിയ കേട്ടോ. ചിലപ്പോൾ ചോദ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഗ്രാമഭോജക എന്താന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൽ ഈ 2 എക്സ്പ്ലനേഷൻ അതിലുണ്ടാവും ആൻസറിൽ. ഓക്കെ, ഓപ്ഷനിൽ 2ഉം വരും. അപ്പോൾ മാറിപ്പോകാൻ പാടില്ല. ചിലപ്പോൾ അത് ഹെഡ് ഓഫ് ദി വില്ലേജ് എന്നൊക്കെ സെലക്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഇനി ഗോബ ആൻഡ് സ്ഥാനിക. There were an intermediate level of administration between the district level and village level. ഓക്കെ, മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾക്ക് അറിയാം, വില്ലേജിന്റെയും അതേപോലെ ഡിസ്ട്രിക്റ്റിന്റെയും ഇടയിൽ ഒരു കൂട്ടം വില്ലേജിന്റെ ഒരു സെക്ഷനും കൂടി ഉണ്ട്. അതാണ് ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ ഒരു ഗോബയും സ്ഥാനികയും. ഓക്കെ, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നോക്കുന്ന ആളാണ് ഗോബ. അവിടുത്തെ അക്കൗണ്ടന്റ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ് സ്ഥാനിക എന്ന് പറയുന്നത്. ഗോബ ആൻഡ് സ്ഥാനിക ഇത് രണ്ടും മൗര്യൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്ഷപാലാധികൃത, സന്നിധത്ത, സംഹാത്ര, അമാത്യാസ്, ഗ്രാമിക ആൻഡ് ഗ്രാമഭോജക, ഗോപ. ഓക്കെ, മറന്നു പോകരുത്. ഇനി അടുത്തത് നഗരകയാണ്. നഗരക എന്ന് പറഞ്ഞാൽ ഇൻചാർജ് ഓഫ് ദി സിറ്റി അഡ്മിനിസ്ട്രേഷൻ. നഗരം, അതിൽ നഗരം എന്നുള്ള പ്രയോഗമുണ്ട്, അപ്പൊ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ഇൻചാർജ് ഓഫ് ദി സിറ്റി അഡ്മിനിസ്ട്രേഷൻ, അതാണ് നഗരക. ഇനി സീതാധ്യക്ഷ. സീതയെ നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം, കൃഷിയുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. സീതയെ എന്ത് ചെയ്യുക? കൃഷിയുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ സീതാധ്യക്ഷ സൂപ്പർവൈസർ ഓഫ് അഗ്രികൾച്ചർ ആണ്. ഓക്കെ, ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കുക. നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ് സീതയെ നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം, കൃഷിയുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി നവാധ്യക്ഷ.
നവാധ്യക്ഷ എന്ന് പറഞ്ഞാൽ സൂപ്രണ്ടന്റ് ഓഫ് ഷിപ്പ്. ഷിപ്പിന്റെ സൂപ്രണ്ടന്റിനെയാണ് നവാധ്യക്ഷ. നമുക്ക് വേണമെങ്കിൽ നേവി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെക്കാം. നേവി അത് നമുക്കത് ഓർത്തിരിക്കാൻ സുഖമാണ്. നവ എന്നതിലുണ്ട്. അപ്പൊ അതിനെ നേവിയുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ അത് നേവി എന്ന് പറയുമ്പോൾ കടല്, കപ്പല് അതുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ സുഖമായിരിക്കും. അതുകൊണ്ടാണ് സൂപ്രണ്ടന്റ് ഓഫ് ഷിപ്പ്. ഓക്കെ. ഇനി സുൽഖാധ്യക്ഷ കളക്ടർ ഓഫ് ടോള് കളക്ട് ചെയ്ത ആൾക്കാരാണ് എന്ത് വിളിക്കുന്നത്? സുൽഖാധ്യക്ഷ എന്ന് പറയുന്നത്. സുൽഖ. ഓക്കെ. ഇനി അകാരാധ്യക്ഷ മൈനിന്റെ സൂപ്രണ്ടന്റ് ആണ്. മൈൻസിന്റെ സൂപ്രണ്ടന്റിനെയാണ് അകാരാധ്യക്ഷ. അകാരം ഓർത്തിരിക്കുക. മൈനാണ് അകാരം. ഓക്കെ. ഇനി പൗട്ടുവാധ്യക്ഷ ഉണ്ട്. പൗട്ടുവാധ്യക്ഷ ഓർത്തിരിക്കുക. സൂപ്രണ്ടന്റ് ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ്. ഓക്കെ. അളവ് തൂക്കത്തിന്റെ സൂപ്രണ്ടന്റിന്റെയാണ് എന്ത് വിളിക്കുന്നത്? പൗട്ടുവാധ്യക്ഷ. ഓക്കെ. ഇനി പട്ടിവേദകാസ് ഉണ്ട്. പട്ടിവേദകാസ് അവര് ചുരുക്കി പറഞ്ഞാൽ സ്പൈകളാണ്. സ്പെഷ്യൽ റിപ്പോർട്ടേഴ്സ് ഓഫ് കിങ്. ഓക്കെ. സ്പൈനെയാണ് ഒരു പട്ടിവേദക. അപ്പൊ ഒരു പട്ടി എന്നുള്ള പ്രയോഗവുമായിട്ട് സ്പൈനെ കണക്ട് ചെയ്ത് വെക്കുക. പട്ടിവേദകാസ്. ഓക്കെ. ഇനി ഇരിജക മഹാമാത്ത. ഓക്കെ. ഇത് അശോകന്റെ സമയത്തുള്ള മഹാമാത്തയിൽപ്പെട്ട ഒരു മഹാമാത്ത ടീമാണ്. ഇവരെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻചാർജ് ഓഫ് വിമൻസ് വെൽഫെയർ. വിമൻസ് വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഇരിജക മഹാമാത്താസിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഓർത്തിരിക്കുക, ഇത്രയും ടേമുകളാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഏകദേശം ഒരു 10-30ഓളം ടേമുകൾ ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഹിസ്റ്ററിയിൽ ടേമുകൾ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഗ്രിപ്പ് ഉണ്ടാവും ഹിസ്റ്ററിയിൽ. ഓക്കെ. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഓർത്ത് വെക്കാനും പെട്ടെന്ന് റീറ്റെയിൻ ചെയ്യാനും നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനും കഴിയും. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. പ്രധാനപ്പെട്ടതാണെന്ന് പറയാനുള്ള കാരണം നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിയാലും സിലബസിന്റെ തുടക്ക സമയത്ത് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് പ്രധാനപ്പെട്ട ടേമുകൾ കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതിന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾ എക്സാമിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും അറിയാം. അപ്പൊ അതുകൊണ്ട് പരമാവധി മാക്സിമം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ അത് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. എനിവേ, താങ്ക് യു.